പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു തിരുവചനം വായിക്കാം. അതിനായി 1 പത്രോസ് 3 അധ്യായത്തിൻ്റെ 9 വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഈ തിരുവചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് വേണ്ടി ദോഷം ചെയ്യുന്നവർക്ക് നാം തിരിച്ച് ദോഷം ചെയ്യരുത്. നമ്മെ ശകാരിക്കുന്നവരോട് തിരിച്ച് നാം അവരെ ശകാരിക്കരുത്. കർത്താവ് പറയുന്നത്, നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അതാരെ ആയിക്കോട്ടെ, നാം മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്ക് വേണ്ടി ആര് ദോഷം ചെയ്താലും തിരിഞ്ഞാർക്കും ദോഷം ചെയ്യരുത്. നമ്മെ ആര് ശകാരിച്ചാലും തിരിച്ച് പകരം ആരെയും ശകാരിക്കരുത്. നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഈ അനുഗ്രഹം നാം പ്രാപിക്കണമെങ്കിൽ ആ താഴെയോട്ടുള്ള തിരുവചനം നാം അനുഷ്ഠിക്കേണ്ടതാണ്. അത് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുണ്ട്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവനെ ആഗ്രഹിക്കാത്തതാരുമില്ല. എല്ലാവരും ജീവനെ ആഗ്രഹിക്കുന്നവരാണ്. ആയുസ്സും ആരോഗ്യവും വേണം. ശുഭകാലം കാണാൻ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും. നല്ല കാലങ്ങൾ വേണം, അനുഗ്രഹങ്ങൾ വേണം, നന്മകൾ വേണം, ഉയർച്ച വേണം എന്നൊക്കെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദീർഘായുസ് വേണം എന്നൊക്കെ തിരുവചനം പറയുന്നുണ്ട്. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. യഹോവ ഭക്തിയോടെ നാം ജീവിക്കണം. ആ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ദോഷം ചെയ്യരുത്. ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും കാത്തുകൊള്ളണം. നമുക്ക് നന്മ വരണമെങ്കിൽ നാം ജീവനെ ആഗ്രഹിക്കുന്നു, നല്ല കാലം ആഗ്രഹിക്കുന്നു. അപ്പം നാം ചെയ്യേണ്ടത്, നാം ആർക്കും ദോഷം ചെയ്യരുത്. നമ്മുടെ നാവ് കൊണ്ട് വ്യാജം പറയരുത്. കള്ളവും വ്യാജവും കുശുമ്പും ഒന്നും നമ്മുടെ നാവ് കൊണ്ട് പറയരുത്. അപ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. നാം ദോഷം വിട്ടകന്ന് എല്ലാവർക്കും ഗുണം ചെയ്യണം. എല്ലാവരോടും നാം കരുണ കാണിക്കുന്നവരായിരിക്കണം. ആർക്കും ദോഷം ചെയ്യരുത്. കർത്താവ് പറയുന്നുണ്ട്, പ്രതികാരം എനിക്കുള്ളതാണ്, നിങ്ങൾ പ്രതികാരം ചെയ്യരുത് എന്ന്. കർത്താവാണ് പ്രതികാരം ചെയ്യുന്നത്. നാം ആർക്കും പ്രതികാരം ചെയ്യരുത്. അത് കർത്താവ് ദൈവമക്കൾക്ക് അത് കൊടുത്തിട്ടില്ല. ദൈവമക്കളെ പറ്റി അത് ആഗ്രഹിക്കുന്നില്ല. സകലതും കർത്താവിന് വിട്ടുകൊടുക്കണം. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കണം. നാം മറ്റുള്ളവരോട് കരുണ കാണിച്ചെങ്കിൽ മാത്രമേ ദൈവവും നമ്മളോട് കരുണ കാണിക്കുകയുള്ളൂ. ഈ ജീവനെ ആഗ്രഹിക്കുകയും അത് സങ്കീർത്തനങ്ങൾ 34 അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിനെ ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളട്ടെ. ദോഷം വിട്ടകുന്ന ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്ന് സങ്കീർത്തനം 34 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം ആർക്കും ദോഷം ചെയ്യരുത്. നന്മകൾ മാത്രം നാം ആഗ്രഹിക്കുക, നന്മ ചെയ്യുക. ഈ കരുണ കാണിക്കുന്ന, കരുണയെപ്പറ്റി പറയുന്നതും ഭാഗ്യവാന്മാരെ പറ്റിയും പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിൽ പറയുന്നത്
ഭാഗ്യവാന്മാരെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. അതിൻ്റെ 7-ാം വാക്യത്തിൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന്. അപ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് ആ തിരുവചനം അവിടെ പറയുന്നത്. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അപ്പോൾ ദൈവം നമ്മോടും കരുണ കാണിക്കും. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരുന്നാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുകയില്ല. 9-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പം നാം നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുക. നാം സമാധാനം കൊടുക്കുന്നവരാണോ? നാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ സമാധാനത്തിൻ്റെ വഴിയിൽ നടത്തുന്നവരായിരിക്കണം. സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. ആരെയോടും ദേഷിക്കാതെ, വഴക്കുകൾ ഉണ്ടാക്കാതെ നാം സമാധാനമുള്ളവരായി ഇരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ തിരുവചനം പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നാണ് അവിടെ വിളിക്കപ്പെടുന്നത്. നാം ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ നാം മറ്റുള്ളവരോട് സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് നാം സമാധാനം കൊടുക്കണം, ദോഷം ചെയ്യാതെ ഇരിക്കണം. അതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യിരെമ്യാ പ്രവചൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ അരുളപ്പാടാണ്. നാം മറ്റുള്ളവരോട് നന്മ പറയുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, മറ്റുള്ളവരോട് സമാധാന വാക്കുകൾ പറയുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആര് നമുക്ക് ദോഷം ചെയ്താലും അവരോട് തിരിച്ച് ദോഷം ചെയ്യാതെയും, നമ്മെ ശകാരിക്കുന്നവരോട് തിരിച്ച് പകരം ശകാരിക്കാതെയും ഇരിക്കുകയും ചെയ്യണം. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ കർത്താവിൻ്റെ തിരുവചനം പറയുന്നതൊക്കെ നാം അത് പാലിക്കേണ്ടതാണ്. അതിൻ്റെ ലാസ്റ്റ് വചനം പറയുന്നു, എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർ ഈ ലോകത്തിൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ട്. എങ്കിലും തിരുവചനം പറയുന്നത് കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുമെന്ന്. നാം ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരാകരുത്, ഒരിക്കലും ആവരുത്. അവർക്ക് ദൈവത്തിൻ്റെ മുഖം പ്രതികൂലമായിരിക്കും. ഒരിക്കലും നാം അങ്ങനെ ചെയ്യുന്നവരാകാതെ മറ്റുള്ളവരോട് കരുണ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന ദൈവമക്കൾ നമ്മൾ ആയിത്തീരണം. എങ്കിൽ മാത്രമേ ആ മേളിൽ പറഞ്ഞിരിക്കുന്ന ആ വചനം, ആ അനുഗ്രഹങ്ങൾ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നാം മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആർക്കും ദോഷം ചെയ്യാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം മറ്റുള്ളവരോട് സ്നേഹത്തിലും സമാധാനത്തിലും കരുണ കാണിച്ച് നാം ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.